കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു ഹെർബൽ ഇതാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ പനിക്കൂർക്കല ഒരുമാതിരി എല്ലാവരുടെ വീട്ടിലുണ്ടാവാറുള്ളതാണ് ഈ പനിക്കൂർക്കല. ഞാൻ പനിക്കൂർക്കല പറിച്ച് ഒരു ചെറിയ ചെടിയേ ഉള്ളൂ എനിക്ക്. അതിൽ നിന്ന് ഞാൻ കുറേശ്ശെ ഇലകളെടുത്ത് പൊടിച്ച് അങ്ങനെ കുപ്പിയിൽ സൂക്ഷിക്കാറാണ് പതിവ്. അപ്പം ഞാൻ ഓർത്തത് മറ്റുള്ളവർക്കും അത് ഉപകാരമാവട്ടെ എന്ന് ഓർത്തിട്ട് ഞാനത് വീഡിയോ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പനിക്കൂർക്കല പറിച്ച് അത് കഴുകി വൃത്തിയാക്കി കൈകൊണ്ടൊന്ന് പതുക്കെ മസാജ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിനകത്തുള്ള വെള്ളം പോകാൻ വേണ്ടിയാണ്. അതിനുശേഷം തവ അടുപ്പത്ത് വെച്ച് നല്ലോണം ഒന്ന് ചൂടാക്കും. അതിനുശേഷം അത് സിമ്മാക്കിയിട്ട് അതിലേക്ക് ഓരോ ഇലകളായിട്ട് ഇങ്ങനെ പെറുക്കി ഇങ്ങനെ പരത്തി വയ്ക്കും കേട്ടോ, ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ അതിനെ ഒന്ന് പതുക്കെ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കും. ചില ഇലകൾ ചൂട് കൊള്ളുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ അതിനെ ഇങ്ങനെ അമർത്തി കൊടുത്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ അത് സിമ്മാക്കി വയ്ക്കുമ്പോൾ അത് തനിയെ അതിൽ ഇന്നാണ് ഉണങ്ങുന്നത്. ഇവിടെയുള്ളവർ അവരെന്താ ചെയ്യുക, വെയിലത്ത് വെച്ച് ഉണക്കാറാണ് പതിവ്. അപ്പോൾ അതിന് കുറച്ചധികം ദിവസം എടുക്കും. ഞാൻ വീഡിയോയിലും കണ്ടിട്ടുണ്ട്, അവരിങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കിയാണ് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുന്നത്. പൊടിച്ച് കുപ്പിയിലാക്കി സൂക്ഷിച്ച് വെച്ചിട്ട് ആവശ്യത്തിന് എടുക്കാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് കുറേ ദിവസം പിടിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. തവ അടുപ്പത്ത് വെച്ചിട്ട് സിമ്മാക്കി വെച്ച് അതിലേക്ക് ആദ്യം നന്നായിട്ട് ചൂടാക്കും. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ പരത്തും. അത് കഴിഞ്ഞ് സിമ്മാക്കി വയ്ക്കുമ്പോൾ പതുക്കെ അത് ഉണങ്ങും. അപ്പോൾ അത് പിന്നെ ഒരു വശം ഉണങ്ങുമ്പോൾ അത് തിരിച്ചിടും, ഇങ്ങനെ മറിച്ച് വയ്ക്കും ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ എന്നാലും അതിൻ്റെ ഞെട്ടിൻ്റെ ഭാഗം അത്ര ഉണങ്ങില്ല കേട്ടോ, അതിന് കുറച്ച് സമയം പിടിക്കും. അതുകൊണ്ട് എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് മലത്തി വെച്ച് അതിനെ ഉണക്കും. അങ്ങനെ സിമ്മാക്കി വെച്ചിരുന്ന് കഴിഞ്ഞാൽ അത് ഉണങ്ങിക്കൊള്ളും. അപ്പോൾ ഇത് ഇങ്ങനെ പൊടിയാക്കി വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ ജലദോഷമോ ചുമയോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ ഇത് വെള്ളത്തിലിട്ട് ആവി പിടിക്കുന്ന വെള്ളത്തിലിടുകയും ചെയ്യും. പിന്നെ അത് കുടിക്കുകയും ചെയ്യും. വേറെ വെള്ളം തിളപ്പിച്ച് അത് കുടിക്കും. ചുമയ്ക്കാണെങ്കിലും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് അത് ഇലകളില്ലെങ്കിൽ കിട്ടാനില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ മോൾക്കും ഒക്കെ കൊടുത്തയക്കും. അങ്ങനെ ചെയ്യാൻ പറയും. അത് സ്റ്റീം ചെയ്യാൻ നേരത്ത് അതിനകത്ത് കുറച്ച് പൊടിയിടുക, സ്റ്റീം ചെയ്യുക. പിന്നെ അത് തിളപ്പിച്ച് നമുക്ക് ഞാൻ കാപ്പിയിലിട്ട് പൊടിയിട്ട് കഴിക്കാറുണ്ട് എന്നും കുറേശ്ശെ ഇട്ടിട്ട് കേട്ടോ. ഈ ജലദോഷത്തിൻ്റെ അങ്ങനെ വരുവാണെങ്കിൽ കുറച്ച് പൊടി കാപ്പിയിൽ ഉണ്ടാക്കുമ്പോൾ അതിനോടൊപ്പം ഇട്ട് തിളപ്പിക്കും, എന്നിട്ട് കഴിക്കും. അപ്പം നല്ലോണം ആശ്വാസം കിട്ടാറുണ്ട്. ഇതൊരു ഹെർബലും കൂടിയാണല്ലോ. അതിൻ്റെ ഒപ്പം തുളസിയും കൂടെ ഇട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തുളസി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് മാത്രം ഇട്ട്. ഇത് നീര് പോകാനും ജലദോഷത്തിന് വേണ്ടി നല്ലതാണെന്ന് എൻ്റെ അമ്മൂമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് മറിച്ചിട്ടപ്പോൾ ഇപ്പോൾ ഒരുമാതിരി അത് ഇങ്ങനെ ഉണങ്ങി കേട്ടോ. അതിൽ വെള്ളമെല്ലാം വറ്റി ഒരു സൗണ്ട് കേൾക്കും. നമ്മളിങ്ങനെ ആക്കുമ്പോൾ കിലിക്കില്ല എന്നൊരു ഒച്ച കേൾക്കും അതിൽ. അപ്പോൾ അത് ഉണങ്ങിയപ്പോൾ അത് സിമ്മാക്കി വയ്ക്കുമ്പോൾ കുറച്ച് നേരം കൂടെ അതിൻ്റെ ആ തണ്ടിൻ്റെ അറ്റം ഉണങ്ങില്ല. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് കുറച്ച് നേരം ഫ്ലെയിം ഓഫാക്കി വെച്ചതിന് ശേഷം കുറച്ച് നേരം കൂടെ ഞാനത് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ചിലപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാം, മോന് ഇത് അവന് ഈ ഒറിഗാനോ മേടിക്കും. ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കഴിക്കാൻ. അപ്പം ഞാൻ പറയും ഇത് നല്ലതാണല്ലോ എന്തായാലും. അപ്പോൾ ഒറിഗാനോ എന്ന് പറഞ്ഞാൽ അവന് ഇതിൽ നിന്ന് കുറച്ച് പൊടിയിട്ട് ബ്രെഡ് സാൻഡ്വിച്ചിനൊപ്പം ഇട്ട് കൊടുക്കും. അവന് ടേസ്റ്റ് അതിന് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവനത് അങ്ങനെയും നമുക്കൊരു ഉപകാരമുണ്ട്. അപ്പോൾ അത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ച് നോക്കുമ്പോൾ പൊടിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാവും അത് നന്നായിട്ട് ഉണങ്ങിയെന്ന്. അതിനുശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ അതിങ്ങനെ പൊടിച്ച് വയ്ക്കാം. നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ പൊടിക്കാം. നന്നായിട്ട് പൊടിച്ച് വയ്ക്കുക. ഓരോരുത്തർക്ക് നന്നായിട്ട് പൊടിക്കണമെങ്കിൽ നന്നായിട്ട് തിരുമിയാൽ മതി, അത് പൊടിഞ്ഞോളും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിയായിട്ട് ഇങ്ങനെ വയ്ക്കുക. അതിന് ശേഷം വീണ്ടും ഒന്ന് തവ ചൂടാക്കി ഒന്ന് വയ്ക്കണം. കാരണം അതിൻ്റെ ആ ഞെട്ടിൻ്റെ അറ്റമൊക്കെ ഉണ്ടല്ലോ. ഇപ്പം നമ്മളിങ്ങനെ പൊടിക്കുമ്പോൾ നമ്മുടെ കൈയുടെ അറ്റത്ത് അതിൻ്റെ ആ ഞെട്ടിൻ്റെ അറ്റത്ത് ഉണങ്ങാത്തത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ അത് ഒന്നുകൂടെ ഉണങ്ങാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ അതൊന്ന് തവ ചൂടാക്കി ഒരു ചെറുതായിട്ട് ഒരു 2 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് ഇങ്ങനെ ചൂടാക്കും. ഒന്ന് പരത്തി വെച്ചിട്ട് ഇങ്ങനെ ചൂടാക്കും. അപ്പോൾ കൂട്ടുകാരെ, അങ്ങനെ നമ്മളിങ്ങനെ ഞെരടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ അറ്റമില്ലേ, ആ ഞെട്ടിൻ്റെ അറ്റം ഉണങ്ങി കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒന്നുകൂടെ അത് ചൂടാക്കാനായിട്ട് വെച്ച് 2 മിനിറ്റ് നേരത്തേക്ക്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ആ ചൂടിൽ തന്നെ അത് കിടന്നിക്കുമ്പോൾ അത് ഒന്നുകൂടെ ഒന്ന്
ഉണങ്ങി അത് ശരിയാകും. അപ്പം നമ്മുടെ അതായത് ഞാനാണ് പറയുന്നത് ഇതിനെ ഉറുഗ്യാനോ എന്ന് കേട്ടോ. ഇതിൻ്റെ പേര് ഹിന്ദിയിൽ അജ്വൈൻ എന്നാണ് അവർ പറയണത് കേട്ടോ, അജ്വൈൻ. അപ്പം ഈ ഇല വലിയൊരു ഹെർബൽ ഇതും കൂടിയാണ്, ജലദോഷത്തിനൊക്കെ പറ്റിയത്. ഈ ഇല മാത്രം എടുത്ത് നമ്മൾ നെറ്റിയിൽ ഇങ്ങനെ കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെ തടവിയാലുണ്ടല്ലോ, അവർക്ക് തലവേദനയോ ജലദോഷത്തിൻ്റെ ഇതോ അതിൻ്റെ സ്മെല്ല് അവരെ മണപ്പിച്ചാൽ അതിൻ്റെ മണം കൊണ്ട് അവർക്ക് ജലദോഷത്തിന് ഈ വിക്സൊക്കെ പുരട്ടുന്നതിലും നല്ലത് ഇതിൻ്റെ ആ ഇലയുടെ സ്മെല്ലുണ്ടല്ലോ, അതാവുമ്പോൾ അവർക്ക് നല്ല ആശ്വാസം കിട്ടും. അപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞത് ശരിയായിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും ഒന്നുകൂടെ തിരുമ്മി അത് പൊടിക്കുക. നല്ലോണം കൈയിട്ട് അമർത്തി തിരുമ്മണം, നല്ലോണം പൊടിയായിട്ട് കിട്ടും കേട്ടോ. അത് ഞാൻ പക്ഷേ അത്രയും ചെയ്യില്ല, കാരണം തിളപ്പിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയും അങ്ങനെ അങ്ങോട്ട് പൊടിയാക്കാറില്ല. പിന്നെ ഈ ഞെട്ടിങ്ങനെ വേണ്ടാത്തത് നമുക്കത് മാറ്റിക്കളയാം കേട്ടോ, മാറ്റി വയ്ക്കാം. അതിൻ്റെ ഉണങ്ങിയിട്ടില്ലെങ്കിൽ അത് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ അത് പൂത്തു പോകും. നന്നായിട്ട് ഉണങ്ങിയിട്ടില്ലെങ്കിൽ അത് പൂത്തു പോകും. അപ്പം ഞാൻ ഇതിന് മുമ്പ് ഞാൻ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. അതാ ഞാനിങ്ങനെ കുറേശ്ശെ ഇലയാവുന്നതനുസരിച്ച് പറിച്ച് ഉണക്കി ഇങ്ങനെ പൊടിയാക്കി കുപ്പിയിൽ അത് സൂക്ഷിച്ചു വയ്ക്കും. അതാണ് എൻ്റെ പതിവ്. ഇതാണ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നത്. ഇതിപ്പോൾ 2-3 മാസമായതാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. എന്നും ഞാനത് കാപ്പിയിലൊക്കെ ഇടാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. ഇത് നേരത്തെയാണ്, അങ്ങനെ ചീത്തയൊന്നും ആവില്ല. ഇത് ആക്കി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ എന്തെങ്കിലും 2-3 ദിവസം അങ്ങനെ എനിക്ക് തോന്നുവാണെങ്കിൽ ഞാനത് അങ്ങനെ ഒരു തണുപ്പ് തോന്നുവാണെങ്കിൽ ഞാൻ വെയിലത്ത് വയ്ക്കും കേട്ടോ, കുറച്ച് നേരം വെയിലത്ത് വെച്ചിട്ട് അത് വീണ്ടും കുപ്പിയിലാക്കി സൂക്ഷിക്കും. അപ്പോൾ നമ്മുടെ പനിക്കൂർക്കയിലയുടെ പൊടി, പനിക്കൂർക്ക ഡ്രൈ ആയത് പൊടിയാക്കി സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഉപകാരങ്ങളുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ കണ്ടതാണ്. അവർ തവയിലല്ല, അവർ വെയിലത്ത് വെച്ചാൽ ഉണക്കുന്നതെന്ന് മാത്രം, അങ്ങനെ കുപ്പിയിൽ. അപ്പോൾ അതിന് വേറൊരു കളറായിരിക്കട്ടെ, ഇതൊരു ഇത്തിരി അത് പച്ച കളർ തന്നെയായിരിക്കും, ആ ഇലയുടെ കളർ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളും